السلام عليكم ورحمة الله وبركاته. بسم الله الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين. ഇന്ന് ശഅബാനിലെ അവസാനത്തെ ദിവസമാണ്. ഇതുപോലെയുള്ളൊരു ദിവസത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബാക്കളോട് നടത്തിയ ഒരു ഉത്ബോധനം കിതാബുകളിലൊക്കെ രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. അപ്പൊ ആ ഒരു ഓർമ്മയിൽ ആ ഒരു ഉത്ബോധനം മാത്രം കേൾപ്പിച്ചുകൊണ്ട് അവസാനിപ്പിക്കുക. ഹദീസ് റിപ്പോർട്ട് ചെയ്ത മഹാൻ സൽമാൻ അൽ ഫാരിസി റളിയല്ലാഹു അൻഹു, അവര് പേർഷ്യക്കാരനാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ദാഹിച്ചുകൊണ്ട് മദീനയിലെത്തിയ മഹാനാണ്. അതാ അവിടെ വെച്ചാൽ മതിയല്ല, അതൊന്നും ആവശ്യമില്ല, അവിടെ വെച്ചാൽ മതി. അവര് റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. ഖത്ബനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളോട് പ്രസംഗിച്ചു. ആഖിറ യൗമിൻ മിൻ ശഅബാൻ, ശഅബാന്റെ അവസാനത്തെ ദിവസം ഞങ്ങളോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രസംഗിച്ചു. എന്നിട്ട് ആ പ്രസംഗം ഉദ്ധരിക്കുകയാണ്. യാ അയ്യുഹന്നാസ് ഇന്നഹു ഖദ് അദല്ലക്കും ശഹ്റുൻ അദീമുൻ മുബാറക്, ശഹ്റുൻ ഫീഹി ലൈലത്തുൽ ഖദ്ർ വഹിയ ഖൈറുൻ മിൻ അൽഫി ശഹർ, ഫറളല്ലാഹു ഫീഹി സിയാമഹ വജഅല ഖിയാമ ലൈലിഹി തതവ്വുഅ, ഫമൻ തതവ്വഅ ഫീഹി ബിഖസ്ലത്തിൻ മിനൽ ഖൈർ കാന കമൻ അദ്ദാ ഫരീളത്തൻ ഫീമാ സിവാ, ومن أدى فريضة فيه كان كمن أدى 70 فريضة فيما سواه، وهو شهر الصبر والصبر ثوابه الجنة، من فطر فيه صائما كان له عتق رقبة ومغفرة لذنوبه. قالوا ليس كلنا يجد ما يفطر به الصائم، فقال يعطي الله هذا الثواب لمن يفطر صائما على مذقة لبن أو تمرة أو شربة ماء، ومن فطر فيه صائما ومن أشبع فيه صائما كان له مغفرة لذنوبه وسقاه ربه من حوضه لا يظمأ بعدها حتى يدخل الجنة، ومن خفف فيه عن مملوكه قد اعتقه الله من النار، وهو شهر الصبر والصبر ثوابه الجنة، وهو شهر أوله رحمة وأوسطه مغفرة وآخره عتق من النار. ദീർഘമായ ഹദീസ. യാ അയ്യുഹന്നാസ്, ഓ ജനങ്ങളെ, ഖദ് അളല്ലക്കും ശഹ്റുൻ അളീമുൻ മുബാറക്, ബറക്കത്താക്കപ്പെട്ട മഹത്തായ ഒരു മാസം ഇതാ നിങ്ങൾക്ക് ആഗതമായിരിക്കുന്നു. അതിന്റെ തണലിലാണ് ഇപ്പോൾ നിങ്ങളുള്ളത്. ഫീഹി ലൈലത്തുൽ ഖദ്ർ, അതിൽ ലൈലത്തുൽ ഖദ്ർ ഉണ്ട് എന്നാണ് ഈ പ്രസംഗത്തിൽ ആദ്യമായി അതിന്റെ പ്രത്യേകത ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം നടത്തിയത്. വഹിയ, ഈ ലൈലത്തുൽ ഖദ്ർ ഖൈറും മിൻ അൽഫി ശഹർ, 1000 മാസത്തിന്റെ മഹത്വം എന്നല്ല. പല ആളുകളും അങ്ങനെയാണ് അർത്ഥം വെക്കൽ, 1000 മാസത്തിന്റെ പോരിശുണ്ട്. ഖുർആനിലും അങ്ങനെയില്ല, ഹദീസിലും അങ്ങനെയില്ല. ഉണ്ടോ? 1000 മാസത്തിന്റെ എന്നുണ്ടോ? 1000 മാസത്തേക്കാൾ എന്നാണ്. അതിനാണ് മിൻ എന്നുള്ള മിന്ന് കൊടുത്തത്. മിൻ, ഖൈറു മിൻ, അല്ലെങ്കിൽ ഖൈറു അൽഫി ശഹർ എന്നാണ് അറബി. ഖൈറു മിൻ, 1000 മാസത്തിനേക്കാൾ. ചിലപ്പം 10000 മാസമായി, എത്രയെന്നുള്ള കണക്കല്ല പറഞ്ഞിട്ടില്ല. 1000 മാസത്തിനേക്കാൾ ഖൈറായ ഒരു രാവായിരുന്നു. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയും, ഫറളല്ലാഹു ഫീഹി സിയാമ, ഫറളല്ലാഹു ഫീഹി സിയാം, അതിൽ നോമ്പ് അല്ലാഹു തആല ഫറളാക്കിയിട്ടുണ്ട്. വജഅല ഖിയാമ ലൈലിഹി തതവ്വുഅ, തറാവീഹ് നിസ്കാരത്തിലേക്ക് സൂചന. രാത്രിയുള്ള നിസ്കാരം അല്ലാഹു സുന്നത്താക്കിയിട്ടുണ്ട്. മറ്റുള്ള മാസങ്ങളിൽ ഇല്ലാത്തൊരു സുന്നത്ത് നിസ്കാരം അതിലുണ്ട്. ഫമൻ തതവ്വഅ ഫീഹി ബിഖസ്ലത്തിൻ മിനൽ ഖൈർ, ആരെങ്കിലും ആ മാസത്തിൽ സുന്നത്തായ ഒരു കാര്യം അനുഷ്ഠിച്ചാൽ കാന കമൻ അദ്ദാ ഫരീളത്തൻ ഫീമാ സിവാ, അല്ലാത്ത മാസങ്ങളിൽ ഫർള് അനുഷ്ഠിച്ചവനെ പോലെയാണ് അവൻ.
എന്ന് പറഞ്ഞാൽ റമളാനിൽ സുന്നത്ത് അനുഷ്ഠിച്ചാൽ മറ്റു മാസങ്ങളിൽ ഫർള് അനുഷ്ഠിച്ചതുപോലെയാണ്. ഇത് ഈ മാസത്തിന്റെ മാത്രം പ്രത്യേകതയാണ്. എന്നാൽ ഒമൻ അദ്ദാ ഫീ ഫരീള, ആരെങ്കിലും ആ മാസത്തിൽ ഒരു ഫർള് അനുഷ്ഠിച്ചാൽ കാന കമൻ അദ്ദാ 70 ഫരീളത്തുൻ ഫീ മാസിവ, മറ്റു മാസങ്ങളിൽ 70 ഫർള് അനുഷ്ഠിച്ചത് പോലെയാണ് എന്ന് നബിയുനാ റസൂലുള്ളാഹി. വഹുവ ശഹ്റുസ് സബ്രി, അത് ക്ഷമയുടെ മാസമാണ്. ക്ഷമയില്ലാത്തവർക്ക് ഈ പണി പറ്റൂല. വസ്സബ്റു, ക്ഷമയാണെങ്കിലോ തവാബു, അതിന്റെ കൂലി അൽ ജന്ന, സ്വർഗമാണ്. എന്നിട്ട് ഇങ്ങനെ പറഞ്ഞിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാം, അവന് ഫത്തറ ഫീ സ്വായിമൻ, ആ മാസത്തിൽ ആരെങ്കിലും ഒരു നോമ്പുകാരനെ വിളിച്ചിട്ട് നോമ്പർപ്പിച്ചാൽ കാനൽ ഹു ഇത്ഖ റഖബ വ മഗ്ഫറത്തുൽ ലിദുനൂബി, അവന്റെ പെരടിയെ നരകത്തിൽ നിന്ന് മോചിപ്പിക്കാൻ കഴിയും, ദോഷങ്ങളൊക്കെ അതുവഴി പൊറുക്കപ്പെടുകയും ചെയ്യും. അള്ളാഹു ആ സൗഭാഗ്യം നമുക്ക് നൽകട്ടെ. ഇതിങ്ങനെ പറഞ്ഞപ്പോ സഹാബാക്കൾ എന്ന് പറഞ്ഞാൽ ഇത് കേട്ടാൽ ആവേശം തള്ളിയിട്ട് ചെയ്യാൻ അത്രയും ഉത്സാഹമുള്ള, ഭൂമിയുടെ മുകളിൽ ജീവിച്ചവരിൽ ഇബാദത്തിനും ഈമാനും ഇത്ര തീവ്രത ഉള്ള ആളുകൾ വേറെ ഇല്ലല്ലോ. അപ്പൊ അവര് എണീറ്റിട്ട് ചോദിച്ചു, ലൈസ കുല്ലുന മാ യജിദു ബി സായിമൻ യാ റസൂലല്ലാഹ്, മുത്തുനബിയെ ഇതൊക്കെ കൂടി പറയുമ്പോ ഞങ്ങൾക്ക് ബേജാറായിട്ട്. കാരണം അതിൽ ഒരുപാട് പട്ടിണി ഭാഗമുണ്ട്, കീറക്കുപ്പായിട്ടിട്ട് പള്ള ചപ്പിട്ട് കണ്ണ് ഉള്ളിക്ക് വലിഞ്ഞിട്ട് വെള്ളം കൊണ്ട് മാത്രം ജീവിക്കുന്ന ആളുകളുണ്ട്, പച്ചവെള്ളം കുടിച്ചിട്ട്. അവര് പറഞ്ഞു, മുത്തനബിയെ ഇതൊക്കെ കൂടി പറഞ്ഞ ഞങ്ങൾക്ക് ഇപ്പൊ നോമ്പുകാരനെ വിളിച്ചിട്ട് നോമ്പറിപ്പിക്കാനുള്ള ഭക്ഷണം കൊടുക്കാനുള്ള പൈസ ഇല്ലാത്തവരില്ലേ എന്ന് വെച്ചു. എന്താ ചെയ്യാൻ? അവ യോഴത്തില്ലാവു ഹാ സവാബ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ സമാധാനിപ്പിച്ചുകൊണ്ട് പറഞ്ഞു, യോഴത്തില്ലാവു ഹാ സവാബ, ഞാൻ ഈ പറഞ്ഞ കൂലിയൊക്കെ കിട്ടും. അപ്പൊ ഈ പറഞ്ഞ കൂലികളൊക്കെ കിട്ടും. ലിമൻ ഒരുത്തന് യുഫ്തിറു സായിമൻ, ഒരു നോമ്പുകാരനെ നോമ്പറപ്പിച്ചു, അലാ മുതുക്കത്തിൽ അവന്, ഓന്റെ അടുത്ത് ഒരു മുറുക്ക് വെള്ളം ഉള്ളെങ്കിൽ അവന്റെ ഉറപ്പിച്ചാൽ അത് കിട്ടും. ഔ തമ്പ്രത്തിൻ, അല്ലെങ്കിൽ ഒരു കാരക്ക കൊടുത്തിട്ട് ഉറപ്പിച്ചാലും കിട്ടും. ഔ ഷർബത്തിമാ, ഒരു മുറുക്ക് പാല് അല്ലെങ്കിൽ ഒരു മുറുക്ക് വെള്ളം അല്ലെങ്കിൽ കാരക്കന്റെ ചീള്, ഇത് കൊടുത്തിട്ട് നോമ്പർപ്പിച്ചാലും അവർക്ക് ഞാനീ പറഞ്ഞ കൂലി കിട്ടുമെന്ന് വേറെ ഇല്ലാത്ത ആളുകൾക്ക് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മുഅ്മിനാ മനുഷ്യന്റെ ഭക്ഷണത്തിൽ വർധനവുണ്ടാകുന്ന മാസമാണ് റമളാൻ മാസം. യഥാർത്ഥ മുഅ്മിനീങ്ങൾക്ക് റമളാനിൽ പട്ടിണി എടുക്കേണ്ടി വരില്ലല്ലോ. ഏതെങ്കിലും സ്ഥലത്ത് യുദ്ധം കൊണ്ടോ മറ്റോ പ്രത്യേക പരീക്ഷണം ഉണ്ടെങ്കിൽ അവരിതിൽ നിന്ന് ഒഴിവാകുന്നല്ലാതെ മറ്റുള്ള ആളുകൾക്കൊന്നും പട്ടിണി എടുക്കേണ്ട ആവശ്യമില്ല. ആ സമയത്ത് വിഭവസമൃദ്ധമായ ഭക്ഷണങ്ങൾ നമ്മളറിയാതെ നമ്മളെ തേടി എത്തുന്ന കാലല്ലേ റമളാൻ. യുസാദു ഫീ റിസ്ഖുൽ മുഅ്മിൻ, മുഅ്മിനാ മനുഷ്യന്റെ ഭക്ഷണം അധികരിപ്പിക്കപ്പെടും. പോരാ, വഹുവ ശഹ്റുൻ, അതൊരു പ്രത്യേക മാസമാണ്. അവ്വലുഹു റഹ്മ, അതിന്റെ ആദ്യ ഭാഗം റഹ്മത്താണ്. വ ഔസതുഹു മഗ്ഫിറ, അതിന്റെ മധ്യഭാഗം മഗ്ഫിറത്താണ്. വ ആഖിറുഹു ഇത്ഖും മിനന്നാർ, അതിന്റെ ലാസ്റ്റ് ഭാഗം നരകത്തിൽ നിന്നുള്ള മോചനത്തിന്റെ ഭാഗമാണ്. അതിനാണ് നമ്മൾ ഈ 10 10 10 എന്ന് അർത്ഥം വെക്കണേ. അല്ലാതെ 10 എന്ന് ഹദീസിൽ ഉണ്ടായിട്ടില്ല. നമ്മൾ സാധാരണ പറയലുണ്ടല്ലോ, ആദ്യത്തെ 10, മധ്യത്തെ 10, ലാസ്റ്റ് 10. ഈ 10 എന്നുള്ള വാക്ക് ഹദീസിൽ ഇല്ല തന്നെ. നമ്മൾ ഇതുകൊണ്ട് അങ്ങനെ മനസ്സിലാക്കിയിട്ട് അർത്ഥം വെക്കുകയാണ്. അതിങ്ങനെ 10 10 10 ആയിരിക്കും അതിന്റെ ഉദ്ദേശം എന്ന് മനസ്സിലാക്കിയിട്ട് അർത്ഥം വെക്കുകയാണ്. അവ്വലുഹു റഹ്മ വ ഔസതുഹു മഗ്ഫിറ വ ആഖിറുഹു ഇത്ഖും മിനന്നാർ. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വമൻ ഖഫഫ അൻ മംലൂകിഹി, അവന്റെ കീഴിലുള്ള അടിമകളോട് ആരെങ്കിലും ആ റമളാൻ മാസത്തെ പരിഗണിച്ചുകൊണ്ട് പ്രത്യേകമായ ഒരു ലഘൂകീകരണം എന്ന് പറഞ്ഞാൽ അവന്റെ പെരുമാറ്റത്തിലും കൊടുക്കലും പഠിപ്പിക്കലിലൊക്കെ കുറച്ച് സാവകാശം, കുറച്ച് സമാധാനം കൊടുത്ത് സന്തോഷിപ്പിച്ചാൽ അഅതഖഹുല്ലാഹു നരകത്തിൽ നിന്ന് അല്ലാഹു അവനെ മോചിപ്പിക്കുന്നതാണ്. ഇന്നിപ്പോ അടിമകളില്ലാത്തതുകൊണ്ട് കീഴിലുള്ള പണിക്കാർക്കൊക്കെ മനസ്സിലാക്കാം. കീഴിൽ പണിക്കാരുണ്ടാവില്ല, കടയിലും വീട്ടിലും സ്ഥാപനങ്ങളിലൊക്കെ പണിക്കാരുണ്ടാവും. അവരോടൊക്കെ റമളാൻ മാസത്തിൽ ഒരു പ്രത്യേക സ്നേഹം, ശമ്പളത്തിന് ഒരു പ്രത്യേക വർധനവ്, ഈ നിലയിലുള്ള ഒരു പെരുമാറ്റമൊക്കെ നടത്തിയാൽ അഅതഖഹുല്ലാഹു മിനന്നാർ, നരകത്തിൽ നിന്ന് അല്ലാഹു അവനെ മോചിപ്പിക്കുന്നതാണ് എന്ന് നബിയുനാ റസൂലുള്ളാഹി. അപ്പോ അതിന്റെ പടിവാതിലാണ് ഇപ്പൊ നമ്മളുള്ളത്. ഈ ഹദീസിന്റെ ഓരോ വാക്കുകളും റമളാൻ കഴിയുന്നവരെ എല്ലാവരുടെ ഓർമ്മയിലും തിളങ്ങി പ്രോജ്വലിച്ച് നിൽക്കണം. അതിന്റെ ആവേശവും സ്വാധീനവും നമ്മുടെ അമലുകളിൽ കാണണം. റമളാൻ നഷ്ടപ്പെട്ടാൽ റമളാന്റെ ഏതൊരുത്തനാണ് ഹൊരിമ, അവൻ തടയപ്പെട്ടിരിക്കുന്നു. ഹൈറഹ, റമളാന്റെ ഹൈറ് തടയപ്പെട്ടാൽ ഫഖദ് ഹൊരിമ, ഓനെ എല്ലാം തടയപ്പെട്ടു, ഞാൻ എണീക്കൂല. അതുകൊണ്ട് ഇന്നത്തെ ഏതാനും മണിക്കൂറുകൾ കഴിഞ്ഞാൽ വരുന്ന ആ സംഗതി എല്ലാവരുടെയും ഓർമ്മയിൽ ഉണ്ടാവണം, അമലുണ്ടാവണം. പ്രത്യേകിച്ച് എന്റെ അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. ഷരീഫ് അഷ്റഫിന്റെ
പാപ്പ ഹോസ്പിറ്റലിലാണ്, അദ്ദേഹത്തിന് ഇവിടെ കാണാൻ അള്ളാഹു താല രോഗം ശിഫായി കൊടുക്കട്ടെ. എന്റെ പെങ്ങളും തൃശ്ശൂർ ജൂബിലിയിലാണ്, അള്ളാഹു താല ശിഫാ കൊടുക്കട്ടെ. ഇവിടെ ഷാബിന്റെ ജ്യേഷ്ഠന്റെ അമ്മോശന് ഇവിടെ അടുത്താണ് നിക്കാഹ് കഴിഞ്ഞത്. അവന്റെ ജ്യേഷ്ഠൻ നിക്കാഹ് അടുത്താണ് കഴിഞ്ഞത്. ആ അമ്മോശൻ മരിച്ചിട്ടുണ്ടെന്ന് എന്റെ വാപ്പ വിളിച്ചു പറഞ്ഞു. അള്ളാഹു താല മഗ്ഫിറത്ത് കൊടുക്കട്ടെ. നമ്മളെ ഈത്തപ്പഴ ചലഞ്ച്, ഈത്തപ്പഴം കുറെ ഉണ്ട്, ആവശ്യം ആളുകൾക്ക് വാങ്ങിയിട്ട് ഇൻഷാ അല്ലാഹ് കൊണ്ടുപോകുന്നതാണ്. അതിനാണ് കാണുന്ന രൂപത്തിൽ ഇവിടെ വെച്ചിരുന്നു തോന്നുന്നില്ല. ഇപ്പൊ അവിടെ വെച്ചാലും മതി, പറഞ്ഞാൽ മതിയല്ലോ. അപ്പോ ഇൻഷാ അല്ലാഹ് പറ്റുന്ന ആളുകൾക്ക് വാങ്ങിയിട്ട് ആ വിഷയമായിട്ട് സഹകരിക്കണം. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെ എല്ലാവിധ രോഗങ്ങളിൽ നിന്നും അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. اللهم صل على محمد يا ربي صل عليه وسلم. الحمد لله رب العالمين حمدا طيبا مباركا فيه جزيلا جميلا دائما بدوام ملك الله. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد. അർഹമ റഹീമീൻ അല്ലാഹുവേ, പറഞ്ഞു കേട്ടു നീ കബൂലാക്കണേ അല്ലാഹ്. ഞങ്ങൾക്ക് റമളാനിനെ അനുകൂലമായി സ്വീകരിക്കാനുള്ള താഖത്ത് നൽകണേ അല്ലാഹ്. ഇബാദത്തുകൾ ചെയ്യാനുള്ള തൗഫീഖ് നൽകണേ അല്ലാഹ്. മാലിന്യങ്ങളിൽ നിന്ന് മുക്തമാക്കി തരണേ അല്ലാഹ്. സയ്യിആത്ത് ഹസനാത്താക്കി തബ്ദീൽ ചെയ്യണേ അല്ലാഹ്. സാസിൽ ഉംറ കഴിഞ്ഞ് വന്ന ആളുണ്ട്, അല്ലാഹുവേ എല്ലാ അമലുകളും അവർക്ക് കബൂലാക്കി കൊടുക്കണേ അല്ലാഹ്. ദുആകളൊക്കെ സ്വീകരിക്കണേ അല്ലാഹ്. ഞങ്ങൾക്ക് മക്ക മദീനയിൽ പോവാൻ അവസരം പ്രദാനം ചെയ്യണേ അല്ലാഹ്. അല്ലാഹുവേ, ഈ സദസ്സിലുള്ള ആലിമീങ്ങൾ മുത്തഅല്ലിമീങ്ങൾക്ക് ഉറങ്ങാതെ സദസ്സിലിരിക്കാനുള്ള ഭാഗ്യം കൊടുക്കണേ അല്ലാഹ്. ഞങ്ങൾക്കൊക്കെ നാഫിയാൽമ പ്രദാനം ചെയ്യണേ അല്ലാഹ്. കച്ചവടക്കാർക്ക് കച്ചവടത്തിൽ ഖൈറും ബർക്കത്തും നൽകണേ അല്ലാഹ്. യാത്രക്കാർക്ക് സുരക്ഷിതത്വം നൽകണേ അല്ലാഹ്. ഗൾഫുകാർക്ക് എല്ലാ നിയമ കുരുക്കുകളിൽ നിന്നും മോചനം നൽകണേ അല്ലാഹ്. അള്ളാഹു നീ നൽകുന്ന മുഴുവനത്തിലും ബർക്കത്ത് നൽകണേ അല്ലാഹ്. ആഫത്ത് മുസീബത്തുകളിൽ നിന്ന് കാത്തുരക്ഷിക്കണേ അല്ലാഹ്. പെടുന്നനെയുള്ള മരണങ്ങളിൽ നിന്ന്, അപകടങ്ങളിൽ നിന്ന്, അപകട മരണങ്ങളിൽ നിന്നൊക്കെ കാത്തുരക്ഷിക്കണേ അല്ലാഹ്. പെടുന്നനെ മരിപ്പിക്കല്ല അല്ലാഹ്, കടക്കാരനായി മരിപ്പിക്കല്ല അല്ലാഹ്. اللهم انصر أمة سيدنا محمد وارحم أمة سيدنا محمد. تجاوز عن أمة سيدنا محمد. جعلنا من خيار أمته ومن محبيه. اغفر لنا ولوالدينا ولمن دفنوا حوالينا ولجميع المؤمنين والمؤمنات. آمين برحمتك يا أرحم الراحمين. وصلى الله تعالى وسلم على خير سيدنا محمد وآله وصحبه أجمعين. سبحان ربك رب العزة عما يصفون. سلام.